കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ ഇസ്രായേലിലും പരിസര പ്രദേശങ്ങളിലും അതിനോട് ചേർന്ന് കിടക്കുന്ന മറ്റ് രാജ്യങ്ങളിലും വളരെ വ്യാപകമായിരുന്ന ഒരു രോഗമായിരുന്നു കുഷ്ഠരോഗം. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിലെ യേശുവിൻ്റെ അജണ്ടയിൽ ഒന്നായിരുന്നു കുഷ്ഠരോഗികളുടെ ശുദ്ധീകരണം അഥവാ അവരുടെ സൗഖ്യം. കർത്താവ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുമ്പോൾ 12 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ ഗ്രേറ്റ് കമ്മീഷൻ ചെയ്യുന്ന ഒരു സമയത്ത്, അവരുടെ മേൽ ഒരു പ്രത്യേക അധികാരം കൊടുത്ത് അവരെ ശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുന്ന സമയത്ത് യേശു പ്രത്യേകം എടുത്ത് പറയുന്നു, നിങ്ങൾ കടന്നു പോകുന്ന പട്ടണങ്ങളിലുള്ള കുഷ്ഠരോഗികളെ നിങ്ങൾ ശുദ്ധരാക്കണം. 70 പേരെ തിരഞ്ഞെടുക്കുമ്പോഴും ഇതേ ദൗത്യം ഈ 70 പേരുടെ മേൽ വെച്ചു കൊടുക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾ കടന്നു പോകുന്ന പട്ടണങ്ങളിലെ കുഷ്ഠരോഗികളെ നിങ്ങൾ ശുദ്ധരാക്കണം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ഒരു പ്രഖ്യാപനം നടക്കുന്നത് ഒരു സിനഗോഗിൽ വെച്ചിട്ടാണ്. ലൂക്കോസ് സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ നമുക്കത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. കർത്താവിനെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവിടുത്തെ ആത്മാവിൻ്റെ മേലുണ്ട് എന്ന് പറഞ്ഞിട്ട് സുവിശേഷത്തിൻ്റെ മാനിഫെസ്റ്റോ വിളംബരം ചെയ്യുന്ന ഒരു അധ്യായമാണ് 4-ാമത്തെ അധ്യായം ലൂക്കോസ് സുവിശേഷം. ഈ പ്രഖ്യാപനത്തിൽ യേശു ഉറക്കെ പറയുന്ന ഒരു വാക്കുണ്ട്, കുഷ്ഠരോഗികളെ ശുദ്ധീകരിക്കേണ്ടതിന് ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന്. അപ്പോൾ ഈ വേദഭാഗം എല്ലാം പറയാൻ ശ്രമിക്കുന്നത് കുഷ്ഠരോഗം അന്ന് വ്യാപകമായിരുന്ന ഒരു രോഗമായിരുന്നു. ആ രോഗത്തിൽപ്പെട്ട ഏതൊരുത്തനെയും ശുദ്ധീകരിക്കുക എന്നുള്ളത് ദൈവിക ദൗത്യത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു എന്ന് കർത്താവ് യേശുക്രിസ്തു അവിടുത്തെ ശുശ്രൂഷകളാലും തൻ്റെ ശിഷ്യന്മാരുടെ തെരഞ്ഞെടുപ്പുകളാലും അവരെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുന്നതിനാലും നമുക്ക് ഈ വസ്തുത യേശുക്രിസ്തുവിൻ്റെ അജണ്ടകളിൽ പെടുന്ന ഒന്നായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തുകൊണ്ടാണ് കുഷ്ഠരോഗത്തിൻ്റെ ശുദ്ധീകരണം യേശു ഇത്രയും പ്രാധാന്യം കൊടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്? ഒരു മനുഷ്യൻ കുഷ്ഠരോഗിയായി തീർന്നു കഴിഞ്ഞാൽ അവന് ഏറ്റവും ആദ്യം നഷ്ടപ്പെട്ടു പോകുന്നത് അവന് സമൂഹത്തിലുള്ള ബന്ധമാണ്, കുടുംബത്തിലുള്ള ബന്ധമാണ്, അവൻ്റെ കൂട്ടുകാരിലുള്ള ബന്ധമാണ്. ഇങ്ങനെ എല്ലാ ഇടങ്ങളിൽ നിന്നും അവൻ ബന്ധം വിച്ഛേദിക്കപ്പെടുകയാണ്. അഥവാ അവൻ പട്ടണത്തിൽ നിന്ന് പുറത്തു പോകേണ്ടതായിട്ടുണ്ട്. അതാണ് ആ കുഷ്ഠരോഗത്തിലെ ഏറ്റവും മാരകരമായിരിക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും ദുഃഖം ജനിപ്പിക്കുന്ന, ഏറ്റവും വലിയ സങ്കടത്തിലാഴ്ത്തുന്ന ഏറ്റവും വലിയ വസ്തുത എന്ന് പറയുന്നത്. ഈ കുഷ്ഠരോഗിയായി കഴിഞ്ഞാൽ പിന്നെ അവന് ഒരിക്കലും ആ സമൂഹത്തിൽ ജീവിക്കാനായിട്ട് കഴിയത്തില്ല, ഒരിക്കലും അവന് ആ പട്ടണത്തിൽ വസിക്കാനായിട്ട് കഴിയത്തില്ല, 4 ആൾ കൂടുന്നിടത്ത് അവന് കടന്നു വരാനായിട്ട് കഴിയത്തില്ല, ഒരു കൂട്ടത്തിനിടയിൽ അവൻ നിൽക്കാനായിട്ട് കഴിയത്തില്ല. അവൻ ആ പാളയത്തിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയിൽ അവൻ പാളയത്തിന് പുറത്തു പോകണം, അഥവാ ആ പട്ടണത്തിൽ നിന്ന് വെളിയിൽ പോകണം. പിന്നെ അവൻ്റെ പാർപ്പ് ആൾക്കാരുടെ കൂടെയല്ല, പിന്നെ അവൻ പാർക്കേണ്ടുന്നത് തനിച്ചാണ്. ജീവിതത്തിൽ ഇങ്ങനെ തനിച്ചായി പോയ ഈ കുഷ്ഠരോഗികളെ കർത്താവ് യേശുക്രിസ്തു തിരഞ്ഞുപിടിച്ച് സൗഖ്യമാക്കിയിരുന്നു എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. കർത്താവ് യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ നടക്കുമ്പോൾ 10 കുഷ്ഠരോഗികൾ യേശുവിൻ്റെ അടുക്കൽ കൂട്ടത്തോടെ വരികയാണ്. 10 പേരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, ദാവീദ് പുത്ര, നീ ഞങ്ങളെ ശുദ്ധീകരിക്കണം, നീ ഞങ്ങളെ സൗഖ്യമാക്കണം. യേശു 10 പേരെയും സൗഖ്യത്തോടുകൂടെ പറഞ്ഞയച്ചതായിട്ട് നമുക്ക് വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. മത്തായി സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ ഒരു കുഷ്ഠരോഗി യേശുവിൻ്റെ അടുക്കൽ ഓടി വന്നവനെ നമസ്കരിച്ചിട്ട് പറയുകയാണ്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് കഴിയും. കർത്താവ് അവനെ കൈനീട്ടി തൊട്ടിട്ട് പറയുന്നു, എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക. നോക്കൂ, കുഷ്ഠരോഗിയെ എവിടെ കണ്ടിരുന്നാലും യേശു അവരോട് ഒരു വർത്തമാനം അധികം ചോദിക്കാൻ നിൽക്കാതെ തന്നെ അവരെ സൗഖ്യമാക്കുന്നത് പതിവായിരുന്നു. അവിടെ ഒരിക്കൽ പോലും അവരുടെ പാപങ്ങളെക്കുറിച്ച് ബോധ്യം പോലും വരുത്താതെ, അല്ലെങ്കിൽ നിന്റെ തെറ്റുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് പോലും ഒരു വർത്തമാനം പോലും പറയാതെ യേശു കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കിയും വാക്കുകൊണ്ട് സൗഖ്യമാക്കിയും പറഞ്ഞയച്ചിട്ടുള്ളതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശു ഇവരെ സൗഖ്യമാക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങൾ സൗഖ്യം വന്നു എങ്കിൽ, നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നതിന് അടയാളമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പുരോഹിതനെ പോയി കാണിച്ചിട്ട് ശുദ്ധീകരണത്തിൻ്റെ നിയമം ചെയ്യണം എന്ന് യേശു അവരോട് ആവശ്യപ്പെട്ട് വിടുന്നത് പലയിടങ്ങളിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പുരോഹിതൻ്റെ അടുക്കൽ ഇവർ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് പോകുമ്പോൾ, പാളയത്തിന് പുറത്താണ് ഇവർ താമസിച്ചിരുന്നത്, പട്ടണത്തിന് വെളിയിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഇനി അവർക്ക് പട്ടണത്തിലേക്കുള്ള പ്രവേശനം അനുവദിക്കണമെങ്കിൽ അത് പുരോഹിതൻ വിചാരിക്കണം. ഇവിടെ ചെല്ലുമ്പോഴത്തേക്കും പുരോഹിതൻ ചെയ്യുന്ന ഒരു കാര്യം, കുഷ്ഠരോഗി സൗഖ്യമായി പുരോഹിതൻ്റെ അടുക്കൽ ചെന്ന് കഴിഞ്ഞാൽ 2 പ്രാക്കുഞ്ഞുങ്ങളെ കൊണ്ടുപോകണം. അതിൽ ഒന്നിനെ പുരോഹിതൻ അറുത്തിട്ട് കൊന്ന ആ പ്രാവിൻ്റെ രക്തം ജീവനുള്ള ആ പ്രാവിൻ്റെ രക്തത്തിൽ ആ ജീവനുള്ള പ്രാവിന്മേൽ തളിച്ചിട്ട് ജീവനുള്ള പ്രാവിനെ പറത്തിവിടുകയാണ്, അതിനെ പട്ടണത്തിന് വെളിയിലേക്ക് പറത്തിവിടുകയാണ്. ഇവിടെ പുരോഹിതൻ കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, നീ പട്ടണത്തിന് പുറത്ത് താമസിക്കേണ്ടതിന് പകരം നിനക്ക് വേണ്ടിയിട്ട് ചോരത്തളിയേറ്റ ഈ പ്രാവിനി പുറത്ത് താമസിച്ചുകൊള്ളും എന്ന് പറഞ്ഞ്
ആ പ്രാവിനെ പറത്തിവിടുകയാണ്. യേശുവിൻ്റെ കാലഘട്ടം വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി വിശാലമായിരിക്കുന്ന ഒരു രീതിയിൽ പുരോഹിതന്മാർ ആ ശുദ്ധീകരണം ചെയ്യാറുണ്ട്. കുഷ്ഠരോഗം പൂർണ്ണമായി മാറി എന്ന് അവർ ബോധ്യപ്പെടേണ്ടതിന് മറ്റൊരു കാര്യം ചെയ്യാറുണ്ട്. ഒരു ഉയർന്ന പീഠത്തിൽ ഈ മനുഷ്യനെ കിടത്തിയതിനു ശേഷം ഒരു സൂചി കൊണ്ട്, നീളമുള്ള ഒരു ആണി കൊണ്ട്, മൂർച്ചയുള്ള ഒരു ആണി കൊണ്ട് ഈ മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും വളരെ വേഗം കുത്തി വേദനിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ഈ മനുഷ്യൻ വേദന കൊണ്ട് പുളയുകയാണെങ്കിൽ, ഞെട്ടി എഴുന്നേൽക്കുകയാണെങ്കിൽ പുരോഹിതന്മാർ ഉറപ്പിക്കും ഇദ്ദേഹത്തിന് സൗഖ്യം വന്നിരിക്കുന്നു. കാര്യം കുഷ്ഠരോഗം സ്പർശനശേഷിയെ നഷ്ടപ്പെടുത്തുന്നതാണ്. അപ്പോൾ കുഷ്ഠരോഗം സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അവർ ബോധ്യപ്പെടുന്നത് ഈ സൂചി കൊണ്ട് അവൻ്റെ ശരീരത്തിൽ പലയിടങ്ങളിലും കുത്തിവേദനിപ്പിക്കുമ്പോൾ അവൻ ഞെട്ടി എഴുന്നേൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവന് സൗഖ്യം വന്നിരിക്കുന്നു എന്നതിന് ഒരടയാളമായിട്ട് പുരോഹിതന്മാർ കണക്കാക്കിയിരുന്നു. പിന്നീട് അവന് പട്ടണത്തിലേക്ക് പ്രവേശിക്കാൻ പുരോഹിതൻ അനുവാദം കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാൻ ശ്രമിക്കുന്ന ഒരു വസ്തുത, നിങ്ങൾക്ക് ആ പട്ടണത്തിലേക്ക് മടങ്ങി വരാം. എപ്പോഴെന്നറിയാമോ? കർത്താവ് നിങ്ങളെ ഒന്ന് തൊട്ട് സൗഖ്യമാക്കിയാൽ, കർത്താവ് നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളെ അംഗീകരിച്ചു കഴിഞ്ഞാൽ, പിന്നെ നിങ്ങൾ എവിടെ നിന്നൊക്കെ ചവിട്ടി പുറത്താക്കപ്പെട്ടോ ആ ഇടങ്ങളിലെല്ലാം നിങ്ങൾക്ക് മടങ്ങി വരാം. ആരൊക്കെ നിങ്ങളെ ഉപദ്രവിച്ച് പുറത്ത് നിർത്തിയോ ആ ഇടങ്ങളിലേക്കെല്ലാം നിങ്ങൾക്ക് മടങ്ങി വരാം. ഏതൊക്കെ സ്ഥാനം നിങ്ങൾക്ക് ഈ പറയപ്പെട്ടതിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം നിങ്ങൾക്ക് തിരികെ കിട്ടും. നിങ്ങൾക്ക് ആ പട്ടണത്തിലേക്ക് മടങ്ങി വരാം. എവിടെയെങ്കിലും ഒരു സംഗതി, ഏതെങ്കിലും ഒരു വസ്തുത നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എന്തോ കാരണങ്ങൾ പറഞ്ഞ്, പാപമാകട്ടെ, രോഗമാകട്ടെ, അതോ ദൈവത്തോടുള്ള അനുസരണക്കേടോ എന്തുമായിക്കൊള്ളട്ടെ, ഏതെങ്കിലും ഒരു സംഗതി നിമിത്തം ഏതെങ്കിലും ഒരു നിലവാരത്തിൽ എവിടെ നിന്നെങ്കിലും ഒഴിവാക്കപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ, ഇന്ന് രാവിലെ ആ കുഷ്ഠരോഗികൾ യേശുവിനോട് പറഞ്ഞതുപോലെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാനായിട്ട് കഴിയും. യേശു നിങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളെ വിടുവിച്ച് കഴിഞ്ഞാൽ, കർത്താവ് ആ വിഷയത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പട്ടണത്തിലേക്ക് മടങ്ങി വരാം. സഹോദരങ്ങളെ, ഏതിടത്തു നിന്നാണോ ആൾക്കാർ നിങ്ങളെ ചവിട്ടി പുറത്താക്കിയത് ആ ഇടങ്ങളിലേക്ക് നിങ്ങൾക്ക് മടങ്ങി വരാം. ഏത് പൊസിഷനാണോ നിങ്ങൾക്ക് കൈമോശം വന്നത് ആ മേഖലകൾ നിങ്ങൾക്ക് തിരിച്ചു പിടിക്കാനായിട്ട് കഴിയും. കർത്താവ് നിങ്ങളെ ഒന്ന് സന്ദർശിച്ചു കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളെ ഒന്ന് വിടുവിച്ച് കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളെ ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പട്ടണത്തിലേക്ക് മടങ്ങി വരാം. കർത്താവ് നിങ്ങളെ സമ്പൂർണ്ണമായിട്ടും ഇന്ന് രാവിലെ അതിനു വേണ്ടിയിട്ട് ശക്തീകരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ ശുദ്ധീകരിക്കുകയാണ്. അതിനു വേണ്ടിയിട്ട് ദൈവം നിങ്ങളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുകയാണ്. ഇനി നിങ്ങൾക്ക് അയോഗ്യത കൽപ്പിക്കാൻ ഒറ്റ മനുഷ്യനും കഴിയത്തില്ല. കാര്യം കർത്താവ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു. ഇനി ഒരു മനുഷ്യനും നിങ്ങൾ യോഗ്യതയില്ല എന്ന് പറയാനായിട്ട് കഴിയത്തില്ല. കാര്യം കർത്താവ് നിങ്ങളെ യോഗ്യതയുള്ളവനാക്കി തീർത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങി വരാം. എവിടെ നിന്നൊക്കെ നിങ്ങൾ ഇറങ്ങിപ്പോയോ ആ മേഖലകളിലെല്ലാത്തിലും നിങ്ങൾക്ക് തിരികെ കടന്നു വരാം. കുഷ്ഠരോഗി പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്നത് ഇനി വെറുതെയല്ല, അവൻ ആനന്ദത്തോടുകൂടെ, ആഹ്ലാദത്തോടുകൂടെ, തുള്ളിച്ചാടിയാണ് അവൻ്റെ കുടുംബത്തിലേക്ക്, അവൻ്റെ സമൂഹത്തിലേക്ക്, അവൻ്റെ സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് രോഗസൗഖ്യത്തിന് ശേഷം അവൻ മടങ്ങി വരുന്നത്. എന്നതുപോലെ ഒരു ആഹ്ലാദത്തിൻ്റെ പ്രഭാതം ദൈവം നിങ്ങൾക്ക് നൽകാനായിട്ട് പോകുന്നു. നഷ്ടപ്പെട്ട എല്ലാ ഇടങ്ങളിലും നിങ്ങൾക്ക് മടങ്ങി വരാം. നിങ്ങൾക്കിനി പട്ടണത്തിലേക്ക് മടങ്ങിപ്പോകാം. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.